നടിയാക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ഗൂഢാലോചനയ്ക്ക് ഉൾപ്പെടെയാണ് തടവ് ശിക്ഷ വിധിച്ചത്. 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നാണ് കോടതിയുടെ വിധി. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിന്റെ സെൻസേഷണൽ സ്വഭാവം ബാധിച്ചിട്ടില്ല എന്ന് ജഡ്ജി ഹണിയം വർഗീസ്. എന്തായാലും കോടതിയുടെ വിധി പ്രസ്താവം വിശദമായി തന്നെ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. വിധി പകർപ്പ് ലഭിക്കുമ്പോഴായിരിക്കും ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളിൽ ഒരു വ്യക്തത വരിക. എന്തായാലും ഈ 6 പ്രതികൾക്കും 20 വർഷം തടവാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുമിച്ച് തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. പ്രത്യേകം ശിക്ഷയാണ് ഓരോ കുറ്റത്തിനും ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മെമ്മറി കാർഡ് പോലീസ് സൂക്ഷിക്കണം എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം, എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിക്കണം എന്നുള്ളതാണ്. മുഖ്യപ്രതി പൾസർ സുനിക്ക് പോലും പരമാവധി ശിക്ഷ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. രേഷ്മ ബാബുവിലേക്കാണ് പോകുന്നത്. രേഷ്മ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഒരു തൃപ്തി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നില്ല. എന്തായാലും മേൽക്കോടതിയിൽ പോകും, അത് പ്രതികളും പോകുന്നുണ്ട്. പ്രതിഭാഗവും അത്തരത്തിൽ തന്നെയാണ് മേൽക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. ശിക്ഷയിൽ ഇളവ് തേടി. ഒപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പ്രോസിക്യൂഷനും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് രേഷ്മ, നമ്മൾ ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പൊതുജന വികാരത്തെ ഒന്നും മാനിച്ച് ശിക്ഷ പറയാൻ സാധിക്കില്ല എന്ന് ഇന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടിയതാണ്. എന്തായാലും വിധി പറയൂ രേഷ്മ, നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം ആ വിധിയുടെ ഒരു വിശദാംശങ്ങൾ. രാഖി, വികാരങ്ങൾക്ക് അടിമപ്പെട്ടോ പക്ഷപാതപരമായോ വിധി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോടതി ഇന്നെടുത്ത നിലപാട്. അത് വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിലുള്ള ഒരു നിരീക്ഷണമായിട്ട് പുറത്തു വന്നതുമാണ്. മറ്റൊന്ന്, ഈ ഒരു ശിക്ഷ ഇത്രയധികം കുറയാനായിട്ട്, അതായത് പ്രോസിക്യൂഷൻ പറയുന്നത് പരിപൂർണമായിട്ടും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ്. അതായത് പരമാവധി ശിക്ഷയായിട്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ജീവപര്യന്തം കഠിന തടവ് തന്നെയാണ്. കൂട്ടബലാത്സംഗ കുറ്റത്തിന് പരമാവധി ശിക്ഷ ജീവപര്യന്തം കഠിന തടവാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നുള്ളത്. ഇതിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി മണികണ്ഠൻ, 4ാം പ്രതി വിജീഷ്, 5ാം പ്രതി വടിവാൾ സലീം, 6ാം പ്രതിയായിട്ടുള്ള പ്രദീപ്. ഈ 6 പ്രതികൾക്കും കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷമാണ് കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴ. അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ കുറ്റത്തിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു നിലപാടിൽ തന്നെ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ശിക്ഷ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതികളുടെ പ്രായം കണക്കിലെടുക്കണം, പ്രതികൾക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, എല്ലാ പ്രതികളുടെയും പ്രായം എന്ന് പറയുന്നത് 40 വയസ്സിൽ താഴെയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ശിക്ഷ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഹണിയം വർഗീസ് പറഞ്ഞൊരു